ഉണർത്തിയെടുത്ത ഒരു സംഭവബഹുലമായ കഥയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. തീക്കുള്ളിലും തിളങ്ങുന്നവർ. നിന്നും 85 കിലോമീറ്റർ അകലെ യേശുക്രിസ്തുവിനും 6 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആധുനിക ഇറാഖായ മെസപ്പൊത്തോമിയയിൽ രൂപം കൊണ്ട ബാബിലോണിയ സാമ്രാജ്യം. ആ മഹാനഗരിയിൽ നടന്ന സംഭവബഹുലമായ ചരിത്ര പശ്ചാത്തലത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. അതാ നോക്കൂ, ബാബേൽ നദിയുടെ അക്കരെയുണ്ടൊരു തങ്കശിരസിന്റെ സാമ്രാജ്യം. നിന്നോതുയർത്തിയ ഗോപുരം പോലുള്ള വൻപുള്ള രാജാവിൻ കൊട്ടാരം. നാടായ നാടെല്ലാം ഒന്നായി പുകഴ്ത്തുന്ന നെബൂഖദ്നേസരിൻ സാമ്രാജ്യം. നാടായ നാടെല്ലാം ഒന്നായി പുകഴ്ത്തുന്ന നെബൂഖദ്നേസരിൻ സാമ്രാജ്യം. അതെ, ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട നെബൂഖദ്നേസർ എന്ന മഹാനായ ചക്രവർത്തി വാണരുളിയ ബാബിലോണിയ സാമ്രാജ്യം. ആ മഹാനഗരിയിൽ നടന്ന തന്റെ ദുഃഖിതയായ ഭാര്യയെ സന്തോഷിപ്പിക്കുവാനായി രാജാവ് പണിതുവരുത്തിയ തൂക്കുമരം അന്തരീക്ഷത്തിൽ തൂങ്ങിക്കിടക്കുന്ന പൂന്തോട്ടം പോലെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അങ്ങകലെ നിൽക്കുന്നു. ബാബിലോണിലെ ഒരു സന്ധ്യ. സാധാരണ ആളുകളെല്ലാം പകലത്തെ അധ്വാനം കഴിഞ്ഞ് കൂടണിയുകയാണ്. അങ്ങ് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ പകലിനോട് യാത്ര പറഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് ബാബേൽ തെരുവീതിയിൽ ഒരാരോപമുയർന്നു. നെബൂഖദ്നേസർ രാജാവും പരിവാരങ്ങളും ഏതോ യുദ്ധം കഴിഞ്ഞു വരികയാണ്. ഇത് ബാബേൽ തെരുവീതിയിൽ ഒരു പതിവ് കാഴ്ചയായിരുന്നു. ഏറ്റവും മുൻപിലായതാ കുതിരപ്പട വിജയക്കൊടി പാറിച്ചുകൊണ്ട് കടന്നു വരുന്നു. തൊട്ടു പിൻപിലായി സകലവിധ വാദ്യ ഘോഷാരവത്തോടും ആർത്തും സന്തോഷിച്ചും കൊണ്ട് നഗരവാസികൾ വിജയം മതിമറന്നാവോളം ആസ്വദിക്കുകയാണ്. പിൻപിലായതാ ഒരു കൂട്ടം യുവാക്കളെ കയ്യും കാലും ബന്ധിച്ച് വലിച്ചു കൊണ്ടുവരുന്നു. അങ്ങകലെയുള്ള യെരുശലേമിനെ കീഴടക്കി വരുന്ന വരവാണ്. അതാ നോക്കൂ, ഒരു കൂട്ടം യുവാക്കളെ കയ്യും കാലും ബന്ധിച്ച് വലിച്ചു കൊണ്ടുവരുന്നു. വാഗ്ദത്ത നാട്ടിലെ ബാലകന്മാർ അവർ ബന്ധിതരായി വന്നു ചേർന്നു. സുന്ദര കോമള രൂപികളാം അവർ പാടിത്തളർന്നിങ്ങു പോയിടുന്നു. കണ്ണുനീർ ചാലുകൾ തീർത്ത വദനവും വീതുമ്പി നിൽക്കും ആദരങ്ങളും ആരെയും വേദന ചാർത്തും ഈ കാഴ്ചകൾ തെരുവീതിയാകെ ധരിച്ചു നിന്നു. തെരുവീതിയാകെ ധരിച്ചു നിന്നു. ഏതോ നല്ല കുടുംബത്തിലെ കുഞ്ഞുങ്ങളാണ്. പറഞ്ഞിട്ടിനി എന്താ കാര്യം? അവർ ഇനി നമ്മുടെ നാട്ടിലെ അടിമകളാണ്. പ്രായമുള്ള ചില സ്ത്രീകൾ സങ്കടത്തോടെ അടക്കി പറഞ്ഞു. ആരവം കൊട്ടാരത്തിന്റെ മുറ്റത്തോളം എത്തി. വിജയശ്രീ ലാളിതരായ ജനക്കൂട്ടം പതിയെ പതിയെ പിരിഞ്ഞുപോയി. തങ്ങളുടെ കീർത്തി ലോകത്തിൽ ഒന്നുകൂടി വർദ്ധിച്ചതിന്റെ സന്തോഷത്തിൽ ബാബേൽ നഗരം മുഴുവൻ ആ രാത്രി ഗാഢനിദ്രയിലാണ്ടു. എന്നാൽ കൊട്ടാരത്തിന്റെ പിന്നിലുള്ള കാരാഗൃഹത്തിൽ ഒന്ന് പരസ്പരം നോക്കുവാൻ പോലും കഴിയാതെ ഉറക്കം നഷ്ടപ്പെട്ടവരായിരിക്കുന്നു യെരുശലേമിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ആ യുവാക്കൾ. ഉറങ്ങുവാനാവാത്ത രാത്രി ഇത്, ജീവിതം കൈവിട്ട യാത്ര ഇത്, കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ പോലെ അണപൊട്ടിയൊഴുകുന്നു സങ്കടങ്ങൾ. അണപൊട്ടിയൊഴുകുന്നു സങ്കടങ്ങൾ. ചിന്തയിൽ ആണ്ടുപോയ യുവാക്കൾ പെട്ടെന്നൊന്ന് ഞെട്ടി. കാരാഗ്രഹത്തിന്റെ വാതിൽ ഏതോ ശക്തനായ പടയാളി ആഞ്ഞടിച്ചു തുറക്കുകയാണ്. വേഗമെണീക്കൂ, നേരം വെളുത്തു. ചക്രവർത്തി തിരുമനസിനെ നിങ്ങളെ കാണണമെന്ന്. വേഗമെണീക്കൂ. ഭയന്നു പോയ യുവാക്കൾ വരി വരിയായി ഇറങ്ങി കൊട്ടാരമുറ്റത്തേക്ക് നടന്നു. കൊട്ടാരമുറ്റത്തിന്റെ വിശാലമായ വീതിയിൽ അവരെ വരി വരിയായി നിർത്തി. അനന്തരം രാജാവ് കൊട്ടാരത്തിലെ പ്രധാനിയായ അശ്പന്യാസിനെ വിളിച്ചു കൽപ്പിച്ചു. യെരുശലേം മക്കളിൽ കുലീനന്മാരും അംഗഭംഗമില്ലാത്തവരും ജ്ഞാനികളും സുന്ദരന്മാരും അറിവിൽ സമർത്ഥരുമായ ബാലന്മാരെ വിളിച്ചു. ഇവരെ കൽദയരുടെ ഭാഷയും വിദ്യയും അഭ്യസിപ്പാൻ കൽപ്പിച്ചു. അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവും മീകായ്, അസര്യാവ് എന്നീ യഹൂദ ബാലന്മാരുണ്ടായിരുന്നു. രാജാവ് അവർക്ക് രാജഭോജനവും വീണ്ടും നിത്യവൃത്തി കൽപ്പിച്ചു. അശ്പന്യാസ് അവർക്ക് പേരിട്ടു. ദാനിയേലിന് ബേഷസ് എന്നും, ഹനന്യാവിന് ശദ്രക് എന്നും, മീകായേലിന് മേശക് എന്നും, അസര്യാവിന് അബേദ്നെഗോ എന്നും പേർ വിളിച്ചു. എന്നാൽ രാജാവിന്റെ
രാജഭോജനവും അവർ കുടിക്കുന്ന വീഞ്ഞാലും തന്നെ താൻ അശുദ്ധമാക്കില്ലെന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചു. ഈ വിവരം അവർ അശ്വന്യാസിനെ അറിയിച്ചു. അശ്വന്യാസ് മുഖാന്തരം ദയയും കരുണയും ലഭിപ്പാൻ ദൈവം ഇടയായി. അങ്ങനെ ഇതാ ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞുപോയി, ആഴ്ചകൾ മാസങ്ങൾ വരവേറ്റു. ബാബേൽ പ്രവാസത്തിൽ ആ യുവാക്കൾ പ്രവാസികളെ അങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ശദ്രക്കിന്റെ മേശക്കിന്റെ അബേദ്നെഗോവിന്റെയും കാതിലെത്തി. നെബൂഖദ്നേസർ രാജാവ് വിചിത്രമായ ഒരു കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. 60 മുഴം ഉയരവും 6 മുഴം വീതിയുമുള്ള ഒരു ബിംബം ബാബേൽ പ്രവാസത്തിന്റെ ദൂരാസമഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. അധികം വൈകാതെ അതിന്റെ പ്രതിഷ്ഠ നടക്കുവാൻ പോകുകയാണ്. എബ്രായ ബാലന്മാർ ഓടി ആ ദൂരാസമഭൂമിയിലെത്തി. അവർ അവിടെ കണ്ട കാഴ്ച ബാബേലിലെ എല്ലാ പ്രധാന വ്യക്തികളും ചേർന്ന് ആ പ്രതിഷ്ഠ ഒരു ഉത്സവമാക്കിയിരിക്കുകയാണ്. ആ ദൂരസമഭൂമിക്കരികെ ഒരു തീക്കുണ്ഡം സ്ഥാപിച്ചിരിക്കുകയാണ്. രാജാവ് എല്ലാവരോടും കൽപ്പിച്ചു, നിങ്ങൾ ഈ ബിംബത്തെ വീണ് നമസ്കരിക്ക. അങ്ങനെ ചെയ്യാത്തവരെ ഈ തീക്കുണ്ടത്തിൽ എറിഞ്ഞുകളയും എന്ന് രാജാവ് കൽപ്പിച്ചു. ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും മാറി നിന്നു. ആ സമയം ഒരു കൂട്ടം ബാബിലോണിയർ ഓടി വന്ന് അവരെ ചൂണ്ടിക്കാണിച്ച് രാജാവിനോട് പറഞ്ഞു, മഹാരാജൻ, ഇവർ അങ്ങയുടെ കൽപ്പന അനുസരിക്കുന്നില്ല, ഇവർ നമസ്കരിക്കുന്നില്ല, ഇവർ അഹങ്കാരികളാണ്. ഇത് കേട്ട് നെബൂഖദ്നേസർ രാജാവ് കോപം കൊണ്ട് ജ്വലിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ 2 അഗ്നിഗോളമായി മാറി. എന്റെ കൽപ്പന അനുസരിക്കുന്നില്ലെന്നോ? ഒന്നുകിൽ ഈ ആഘോഷങ്ങളുടെ ഭാഗമാകുക, അല്ലെങ്കിൽ ഒരു പിടി ചാരമാവാൻ തയ്യാറായിരിക്കാം എന്ന് രാജാവ് കൽപ്പിച്ചു. എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ ഒരു ദൈവത്തിനും രക്ഷിക്കാൻ സാധിക്കുകയില്ല. ഇത് കേട്ട് ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ഒരുമിച്ച് പറഞ്ഞു, രാജാവിന്റെ കയ്യിൽ നിന്നും ഈ അഗ്നിയിൽ നിന്നും ഞങ്ങൾ വിടുവിക്കാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. വിടുവിച്ചാലും ഇല്ലെങ്കിലും ന്യായപ്രമാണത്തിൽ നിരക്കാതൊന്നും ഞങ്ങൾ ചെയ്യുകയില്ല, ഞങ്ങൾ നമസ്കരിക്കുകയില്ല. അങ്ങയുടെ കൽപ്പനയേക്കാൾ വലുതാണ് ഞങ്ങൾക്ക് ജീവൻ തന്ന ഞങ്ങളുടെ ദൈവത്തിന്റെ കൽപ്പനകൾ. ഞങ്ങളുടെ ജീവനേക്കാൾ വലുതാണ് മരണത്തിനും അപ്പുറമുള്ള ആത്മാവിന്റെ രക്ഷ. ഇത് കേട്ട് നെബൂഖദ്നേസർ രാജാവിന് അദ്ദേഹത്തിന്റെ കോപം അടക്കുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു, ആരവിടെ? അഗ്നിയുടെ അളവ് 7 ഇരട്ടി വർദ്ധിപ്പിൻ. സകലവിധ വാദ്യാഘോഷങ്ങളും ഒരുപോലെ മുഴങ്ങി. ജനക്കൂട്ടം തട്ടഹസിച്ചു. മറ്റ് യഹൂദ ബാലന്മാർ ശദ്രക്കിനെ മേശക്കിനെ അബേദ്നെഗോവിനെ നോക്കി. എന്നാൽ ഒരു ഭാവഭേദവുമില്ലാതെ അവർ അങ്ങനെ നിന്നു. ഇതുകൂടി കണ്ടപ്പോൾ രാജാവ് കോപം കൊണ്ട് അലറി, ആരവിടെ? ഈ അഹങ്കാരികളെ പിടിച്ച് തീച്ചൂളയിലേക്ക് എറിഞ്ഞു കളവിൻ. കേൾക്കേണ്ട താമസം. ഒരു കൂട്ടം ബാബിലോണിലെ മല്ലന്മാർ ഓടി വന്ന് അവരെ പിന്തിച്ച് തീച്ചൂളയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. എല്ലാവരും ആ തീച്ചൂളയിലേക്ക് നോക്കി നിൽക്കെ അതാ അവരെ തീച്ചൂളയിലേക്ക് എറിഞ്ഞു കളഞ്ഞ മല്ലന്മാർ ഒരു നിമിഷം കൊണ്ട് തീനാളമേറ്റ് വെന്തുരുകിപ്പോയി. എല്ലാവരും ആ തീച്ചൂളയിൽ നോക്കി നിൽക്കെ അതാ ഒരു അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച. തീച്ചൂളയിലേക്ക് എറിഞ്ഞു കളഞ്ഞ 3 ബാലന്മാർ കൈകാലുകളുടെ ബന്ധമെല്ലാം അഴിഞ്ഞ് തീക്കുണ്ടത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. രാജാവ് ആ തീച്ചൂളയിലേക്ക് സൂക്ഷിച്ചു നോക്കി. 3 പേരെയാണ് അവർ തീച്ചൂളയിലേക്ക് എറിഞ്ഞു കളഞ്ഞത്. എന്നാൽ ഇത് 4ാമതൊരാൾ, അഗ്നിയേക്കാൾ വെല്ലുന്ന ശോഭയിൽ ദൈവപുത്രന് സമാനായ ഒരുവൻ. രാജാവ് ആ തീച്ചൂളയിലേക്ക് നോക്കി നിന്ന് അലറിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ശദ്രക്കേ, മേശക്കേ, അബേദ്നെഗോവേ, ദൈവത്തിന്റെ ദാസന്മാരെ, നിങ്ങളുടെ ദൈവം നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. എന്റെ സിംഹാസനത്തെക്കാൾ വലുത് നിങ്ങളുടെ ദൈവമാണ് എന്ന് നിങ്ങൾ എനിക്ക് തെളിയിച്ചു തന്നിരിക്കുന്നു. ഭയപ്പെടുത്തിയോ ഭീഷണിപ്പെടുത്തിയോ അല്ല ഭക്തി ഉളവാക്കേണ്ടത് എന്ന് നിങ്ങൾ എനിക്ക് തെളിയിച്ചു തന്നിരിക്കുന്നു. ഈ വേഗം ഇറങ്ങി വരൂ, നിങ്ങൾ എന്റെ കണ്ണുകളെ തുറപ്പിച്ചിരിക്കുന്നു. തീക്കുള്ളിൽ വെളിപ്പെട്ട ദൈവം സർവശക്തനെന്നു ഞാൻ അറിഞ്ഞു. തീക്കുള്ളിൽ വെളിപ്പെട്ട ദൈവം സർവശക്തനെന്നു ഞാൻ അറിഞ്ഞു. സൃഷ്ടാവാം ദൈവത്തിൻ തേജസ്സിൻ മുൻപാകെ ഞാൻ ഇന്നു ശിരസ്സു നമിപ്പു. സൃഷ്ടാവാം ദൈവത്തിൻ തേജസ്സിൻ മുൻപാകെ ഞാൻ ഇന്നു ശിരസ്സു നമിപ്പു. ആരാധ്യനാം ദൈവമേ, മഹത്വം മഹത്വം നിനക്ക്. സൃഷ്ടാവനാഥാ, മഹത്വം 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 നിനക്ക്. മഹത്വം മഹത്വം നിനക്ക്. അതെ, നമ്മുടെ ജീവിതവും ഒരു പ്രവാസമാണ്. നാം ഈ ലോകത്തിൽ അന്യരും പരദേശികളുമാണ്. ദൈവം ഒരുക്കുന്ന നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ വിശുദ്ധ ജീവിതത്തെ കളങ്കപ്പെടുത്തുവാൻ മായ കാഴ്ചകൾ ഈ ലോകത്തിൽ അനേകമുണ്ട്. അതുകൊണ്ട് ശദ്രക്കിനെ മേശക്കിനെ അബേദ്നെഗോവിനെയും പോലെ മുൻപിലുള്ള പ്രതികൂല സാഹചര്യങ്ങളും ദൈവത്തിനെ നിൽക്കുക എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവവചനം പോലെ ദൈവനാമത്തിന് വേണ്ടി നിന്നുകൊണ്ട് നിത്യതയിലേക്ക് എത്തുവാൻ സർവശക്തനായ ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വം ഒരു അത്യുഗ്രൻ കഥാപ്രസംഗത്തിലൂടെ അക്സ നമ്മളെ ഓർമ്മിപ്പിച്ചു. താങ്ക് യു അക്സ.